Hi friends, എല്ലാവർക്കും A to Z ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഡിപ്ലോമ ഉള്ള ആളുകൾക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന കുറച്ച് തസ്തികകളിലാണ് അപ്രന്റീസ് ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ട്. BEL ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നവരത്ന കമ്പനിയായ പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത്. മൊത്തം 100 ഡിപ്ലോമ ഓർഡേഴ്സിനെയാണ് വിളിച്ചിരിക്കുന്നത്. ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അപ്രന്റീസ് തസ്തികയിലേക്കാണ്. ഇപ്പോൾ ഏതെല്ലാം ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ സയൻസ്, മോഡേൺ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, സിവിൽ എന്ന് പറയുന്ന തസ്തികകളിലേക്കാണ് ഈ ട്രേഡുകളിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മെക്കാനിക്കൽ 29, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് 15, മോഡേൺ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ 10, ഇലക്ട്രോണിക്സ് 32, ഇലക്ട്രിക്കൽ 8, സിവിൽ 6 മൊത്തം 100 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1 ഇയർ ട്രെയിനിങ് ആയിരിക്കും. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും. 10,400 ആയിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾ ചോദിച്ചിരുന്നു, ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ അപ്രന്റീസ് ട്രെയിനിങ് വരികയാണെങ്കിൽ ഒന്ന് പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട എലിജിബിലിറ്റി ക്രിറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇതിന് ഉണ്ടായിരിക്കേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 or 2 years ഡിപ്ലോമ കോഴ്സ് ഇൻ എബോവ് മെൻഷൻഡ് എഞ്ചിനീയറിംഗ്. ഏതെങ്കിലും ഒരു മുകളിൽ പറഞ്ഞിട്ട് ഏതെങ്കിലും ട്രേഡിൽ മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ, മോഡേൺ ഓഫീസ് മാനേജ്മെന്റ്, ഇലക്ട്രോണിക്, ഇലക്ട്രിക്കൽ, സിവിൽ ഇതിൽ ഏതെങ്കിലും ഒരു അംഗീകൃത ഡിപ്ലോമ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് 2 വർഷത്തെയോ 3 വർഷത്തെയോ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണിത്. അതുപോലെ തന്നെ ഇത് നേടിയത് 31/7/2016 ശേഷം ആയിരിക്കണം നേടിയത്. ഈ ഒരു ഡിപ്ലോമ നേടിയത് 31/7/2016 ശേഷമായിരിക്കും നേടിയ ഡിപ്ലോമ ആയിരിക്കണം. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് 28 വയസ്സാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 30/6/2019 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. ഏജ് റിലാക്സേഷൻ SC ST അതുപോലെ PWD കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് ഇളവും, അതുപോലെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷത്തെ ഏജ് ഇളവും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടവർ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ 21/7/2019 അവസാന തീയതി. അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ MHRDNATS.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. അപ്രന്റീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള നാഷണൽ അപ്രന്റീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഒരു പോർട്ടലാണ്. അതിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ www.MHRDNATS.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അത് പരിശോധിച്ച് വായിച്ചതിന് ശേഷം അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സുകളിലൊക്കെ ഉണ്ടാവും ഈ ഒരു ട്രെയിനിങ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഡെയിലി നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ ഗവൺമെൻറ് ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. മറ്റൊരു വീഡിയോ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.